വീണ്ടും നമ്മളെ പിള്ളേരെല്ലാം നമ്മളെ നഴ്സറിയിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ആന്തൂറിയം മുതൽ പല വെറൈറ്റികൾ നമ്മളെ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നടന്ന എക്സിബിഷൻ ഇപ്പം കഴിഞ്ഞു. അന്നേരം പ്ലാന്റുകളെല്ലാം തിരിച്ച് നമ്മളെ നഴ്സറിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു എക്സിബിഷൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കൊണ്ടുപോകാറ്. അടുത്ത എക്സിബിഷൻ്റെ അപ്ഡേറ്റൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കൊട്ടാരക്കര ഗ്രൗണ്ടിലായിരിക്കും. കൊട്ടാരക്കര വീനസ് ഗ്രൗണ്ടിൽ നമ്മളൊരു എക്സിബിഷൻ കം ഫ്ലവർ ഷോസ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല സസ്യ പ്രദർശനവും വിപണനവുമായിട്ടാണ് വെക്കുന്നത്. അതേപോലെ അമ്യൂസ്മെൻറ്റ് ടീം ഇതും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന് ഇറക്കി നമ്മളെ പുരയിടത്തിൽ നമ്മളെ നഴ്സറിയിൽ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇവയൊക്കെ. ഇത്രയും ദിവസവും ആശ്രമം മൈതാനത്ത് ഇവർ മൊത്തം നാട് കറങ്ങി നടന്നിരുന്നതായിരുന്നു. വീണ്ടും തിരിച്ച് കൊണ്ടുവന്ന് നമ്മളെ രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നമ്മളെ സ്വന്തം നഴ്സറിയിലാണ് പ്ലാന്റുകളെല്ലാം വെച്ചേക്കുന്നത്. മദർ പ്ലാന്റ് വള്ളി റോസ് മുതൽ ആന്തൂറിയം, അതേപോലെ തന്നെ അതാണ്ട് ഇത് നമ്മളെ നഴ്സറിയാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നമ്മളെ രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിലാണ് ഇതെല്ലാം ഇപ്പോൾ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഏതാണ്ട് 10-60 ദിവസമായിട്ട് ആശ്രമത്തായിരുന്നു ഇവർ മൊത്തം ഇരുന്നിരുന്നത്. അതിനുശേഷം ഈ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ഒരു എന്താ പറയുക, ഒരു മേള പോലാണ് അല്ലേ. എന്നാണ്ട് ഇപ്പം നമ്മൾ നിക്കോഡിയ പ്ലാന്റ് ആണെങ്കിലും മറ്റുള്ള പ്ലാന്റുകളെല്ലാം നമ്മൾ അട്ടിയിട്ട് കൊണ്ടുവന്നു. ദാണ്ട് ഇത് നമ്മൾ ചെറിയ പെട്ടിയാട്ടോയ്ക്കകത്ത് വരെ കലാത്തിയ, ലൂട്ടിയ, അതേപോലെ തന്നെ കുറേ ആന്തൂറിയംസ്, അതേപോലെ തന്നെ അതിനുള്ള പ്ലാന്റുകളെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. അടുക്കി പറക്കി സെറ്റാക്കി വരുന്നതാണ്. ചേട്ടന്മാരെല്ലാം കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം ആദ്യമേ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയ മാവൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് വളർന്ന് കിട്ടിലുമായിട്ടുണ്ട്. അതായത് കുറച്ച് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ്, അതേപോലെ മണിമുല്ല പ്ലാന്റ്, അതേപോലെ തന്നെ മാവുകൾ, പ്ലാവുകൾ, അവിടെ സെയിലിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അതാണ് ഇതെല്ലാം നമ്മളെ നഴ്സറിയിൽ ഇരിക്കുന്ന നമ്മളെ സ്വന്തം പിള്ളേർ തന്നെയാണ്. കണ്ടില്ലേ, എത്ര നല്ല അടിപൊളിയായിട്ടാണ് പ്ലാന്റ് എല്ലാം ഒരുക്കി സെറ്റാക്കി നിർത്തിയേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് വാഴ മുതൽ, അതായത് കവറിൽ വെച്ച് വളർത്തിയ വാഴ മുതൽ മറ്റുള്ള ചെടികൾ, പൂച്ചെടികൾ, അതേപോലെ തന്നെ ഇലച്ചെടികൾ, അങ്ങനെയുള്ളവയെല്ലാം കൂടെയാണ് പലയിടത്തായിട്ട് സെറ്റ് ചെയ്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അറിയാമല്ലോ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ്ട് വള്ളി റോസിൻ്റെ മദർ പ്ലാന്റുകൾ, വലിയ വള്ളി റോസിൻ്റെ വെറൈറ്റികൾ, അതേപോലെ തന്നെ മുല്ലത്തൈ, പിച്ചിത്തൈ മുതൽ പല സാധനങ്ങളും, എന്തൊക്കെ സാധനങ്ങൾ മൊത്തം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടോ അവയെല്ലാം നമ്മൾ പതുക്കെ ബുക്ക് കഴിഞ്ഞ് കൊണ്ടുവന്ന് നമ്മളെ നഴ്സറിയിൽ തിരിച്ചു കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ വീനസ് ഗ്രൗണ്ടിൽ നമ്മൾ എക്സിബിഷൻ തുടങ്ങുന്നുണ്ട്. അന്നേരം അവിടത്തേക്ക് ഇനി അടുത്തത് ഇവിടുന്ന് തന്നെ ഉള്ളതിൽ നല്ല നല്ല പ്ലാന്റുകൾ തന്നെ വീണ്ടും നല്ല സെലക്ട് ചെയ്ത് നമ്മൾ കൊട്ടാരക്കരയെ കൂടി കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ലോഡ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വലിയ ഒരു ലോറി സാധനം, അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെ വലിയ ഒരു കമനീയമായ ശേഖരം. അതായത് ബിഗോണിയ മുതൽ പല വെറൈറ്റി ബിഗോണിയകൾ, അതേപോലെ തന്നെ ട്രേക്കകത്ത് പുറകെയുള്ള പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്ത് പാവി കിളിപ്പിച്ച തൈകൾ, അതേപോലെ തന്നെ ബിഗോണിയ വെറൈറ്റീസ്, അതേപോലെ തന്നെ കുറച്ച് സെമി ഷെയ്ഡ് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ, കുറച്ച് കലാത്തിയ വെറൈറ്റീസ്, അതേപോലെ റംബുട്ടാൻ, നല്ല കിട്ടില്ല ക്വാളിറ്റിയുള്ള റംബുട്ടാൻ, ബഡ് ചെയ്ത പ്ലാന്റ്, മറ്റുള്ള ചെടികൾ, ഒരുപാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും ബോറടിക്കാതെ മൊത്തം കറങ്ങി കാണാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ രണ്ടാം കുറ്റിയിൽ തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ച് ബോൺസായികളുണ്ട്, അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ, അതേപോലെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷങ്ങൾ പഴക്കമുള്ള ബോൺസായി. പിന്നെന്താ ഉള്ളത്, കുരുമുളകിൻ്റെ വള്ളി, അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കൊച്ചു പിള്ളേർ വരും ഇവിടെ. ഇത് ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ പഠിക്കാനായിട്ട് കുറച്ച് ആസാബിൻ്റെയൊക്കെ ട്രെയിനിങ്ങിനുള്ള പിള്ളേർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു പരീക്ഷണശാലയാണ് ഈ ഭാഗം. അതിനെന്ന് പറഞ്ഞാൽ പച്ചക്കറി വിത്ത് ട്രെയിൽ മുളപ്പിക്കുന്നത് മുതൽ പലതും, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ്, അതേപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ തൈകൾ, ആന്തൂര്യത്തിൻ്റെ പല വെറൈറ്റി തൈകൾ, അതേപോലെ തന്നെ എലിഫൻറ്റിയർ ആന്തൂറിയം മേളിയിരിക്കുന്നു, അതേപോലെ കലാത്തിയ, ചെറിയ കലാത്തിയ, വലിയ കലാത്തിയ, കലാത്തിയ ലൂട്ടിയ, അതേപോലെ തന്നെ ഇലച്ചെടികൾ, ക്രോട്ടൺ പ്ലാന്റ്, ലിപ്സ്റ്റിക് അഗ്ലോണിമ, ഏകദേശം ഒരു 14,000 ലിപ്സ്റ്റിക് പ്ലാന്റ്. ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ കയറ്റിവിടാൻ നല്ല ഡിമാൻഡുള്ളതാണ്. അന്നേരം ലിപ്സ്റ്റിക് അഗ്ലോണിമ, റോസ്, പഴയ റോസ്, അതേപോലെ തന്നെ ഇത് ചേമ്പിൻ്റെ പല വെറൈറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ അതിനകത്തുള്ള റെയറായിട്ടുള്ള കുറേ വെറൈറ്റി ചേമ്പിനങ്ങൾ, അതായത് കൊളക്കേഷ്യ വെറൈറ്റികൾ, അതേപോലെ തന്നെ യെല്ലോ സ്പ്ലാഷ്, അതേപോലെ മൊജീറ്റോ, അങ്ങനെയുള്ള പറഞ്ഞ വെറൈറ്റികൾ, അങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം നമ്മളിവിടെ ഒരു സൈഡിൽ ഒതുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പുതുമയെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അവർക്ക് കൊളക്കേഷ്യ കോഫി കപ്പ്, ടീ കപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാണാനും വാങ്ങാൻ വന്നില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സമയം കിട്ടുമ്പോൾ ഒരു ദിവസം
കുമാർ നേഴ്സറി കൊല്ലം 2-ാം കുറ്റിയിൽ ഒന്ന് വരിക, മൊത്തം ഒന്ന് കറങ്ങി കാണാനായിട്ട് ശ്രമിക്കുക. വലിയ വലിയ മരങ്ങളൊക്കെ ഒന്ന് കാണുക, മരത്തിനകത്ത് വെച്ചിരിക്കുന്ന ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പ്ലാന്റുകളൊക്കെയാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. പൂക്കൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ഇലകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ചെടികൾ, ഒരുപാട് ഹൃദയഹാരിയായിട്ടുള്ള കുറേ ചെടികൾ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്വർഗ്ഗ കവാടം തുറന്നിരിക്കും. അതേപോലെ തന്നെ ഇതാണ് കണ്ടില്ലേ, ഇതേപോലെയുള്ള പഴച്ചെടികളാവട്ടെ, എന്താ പറയുക, അടയ്ക്ക മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഇവിടെ നമ്മളിങ്ങനെ നിരത്തി ഉണ്ടാക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വള്ളി റോസ് ആവട്ടെ, ഇത് അതിനകത്തോട്ട് നമ്മളെ നേഴ്സറിയും വീടാണ്. വീടിൻ്റെ ചുറ്റുമാണ് നേഴ്സറി. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് അവിടെ എല്ലാം ഓരോ ചെടികളാണ് വെച്ചേക്കുന്നത്. ഓരോ ഇനം ചെടികളും വെക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ, വളം മേടിക്കുന്നത് എങ്ങനെയാണ്, വളം പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളവയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ഓരോ ദിവസവും നമ്മൾ ക്രമീകരിക്കുന്ന രീതിയാണ്. അടുക്കി പറക്കി പ്ലാന്റുകൾ വെക്കുക എന്നുള്ളത് എല്ലാം ഓരോ ആഴ്ചയും നമ്മളിത് ഷഫിൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മളെ വരിക്കച്ചക്ക, വരിക്കപ്ലാവ്, സിന്ദൂർ റെഡ് വരിക്കപ്ലാവ് ചാണ്ട ഇറിഞ്ഞിൽ പോലെ കായ്ച്ചു. വീണ്ടും അത് കാണാനും കണ്ടില്ലേ, ഇതിപ്പോൾ പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി ആയിട്ട് പോലും നല്ലപോലെ കായ്ച്ചതിനാലാണ് ഈ സമയത്തും ചക്ക, അതായത് ഓഫ് സീസണിലും നമുക്ക് ചക്ക കിട്ടുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ തൈകളും നമുക്കിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അസാധ്യ രുചിയുള്ള വരിക്കച്ചക്കയാണ്. ഇപ്പം വന്നാലും നിങ്ങൾക്ക് ഈ ചക്ക ഇതേപോലെ തൊടാം. കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാതൃവൃക്ഷങ്ങൾ നമ്മൾ പണ്ട് വെച്ചതാണ്. ഈ മാതൃവൃക്ഷങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കും. ഇതാണ്ട് കണ്ടില്ലേ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ കുളമ്പി മാങ്ങയാണ്. വലിയ കുളമ്പി, ചെറിയ കുളമ്പി, 2-3 വെറൈറ്റി ഉണ്ട്. അതെല്ലാം നമ്മളിവിടെ വെച്ചേക്കുന്നത് നമ്മളെ പറമ്പിലും അപ്പുറത്തുമൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ മനസ്സിലാവും. ഇതെല്ലാം ഇവിടെയുള്ള ചെടികളും അഗ്ലോണിമ വെറൈറ്റീസ് കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല, കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസേ ഉള്ളൂ. അന്നേരം അതേപോലെ ഫേൺ വെറൈറ്റികൾ മരത്തിൽ കണ്ടില്ലേ, ഈ ഒരു മരമൊക്കെ കാണാൻ എന്തൊരു മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് ഇനി എന്തൊക്കെ ചേർക്കണമെന്നും അറിയിക്കുക. എല്ലാവർക്കും സുഖമാണോ എന്ന് പീലി ചോദിച്ചോ. അന്നേരം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നേഴ്സറിയിലും കൂടെയൊക്കെ ഒന്ന് വരാനായിട്ട് ശ്രദ്ധിക്കുക. കൊല്ലം കൊട്ടാരക്കര റോഡിലാണ്. കൊട്ടാരക്കര റോഡിൽ 2-ാം കുറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. 2-ാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപം, 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് വില്ലേജ് ഓഫീസൊക്കെ ഉണ്ട്. അതിനടുത്ത് കുമാർ നേഴ്സറി ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. വരുന്ന സമയത്ത് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കുറേ ഐറ്റം ഉണ്ട്, കുറേ ഏരിയ സമയം നടന്ന് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ പോവാം. നല്ല മാങ്ങയൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ 1-2 മാങ്ങയൊക്കെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറിച്ച് ഇട്ട് തിന്നിട്ടൊക്കെ പോവാം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.